ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട്, ചപ്പാത്തി, അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള തേങ്ങയില്ലാത്ത കടലക്കറിയാണ്. ഇന്നലെ രാത്രി 1.5 ഗ്ലാസ് കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 1 മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വേകുവാനുള്ള വെള്ളം 5 ഗ്ലാസ് ഒഴിച്ച് കുക്കർ അടച്ച് 8-9 വിസിൽ വരുന്നത് വരെ വെക്കുക. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറന്നപ്പോൾ കടല ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ മീറ്റ് മസാല ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം തിളയ്ക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വേവിച്ച് വച്ച കടലയിൽ നിന്നും അതിൻ്റെ വെള്ളത്തോടു കൂടി എടുത്ത് ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. ഇനി അരച്ചത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കറിവേപ്പില, ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് തിളയ്ക്കുമ്പോൾ എടുക്കാവുന്നതാണ്. കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി കാച്ചിയത് ഒഴിക്കാം. ചൂടായി വരുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഒന്നുണ്ടാക്കി നോക്കണേ. കൂടെ നിന്ന് ഷെയറും സപ്പോർട്ടും തരണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.